കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. യഹോവയെങ്കിലെ സന്തോഷം എന്നും നമ്മുടെ ബലമായിരിക്കട്ടെ. യഹോവ ദൈവമായിരിക്കുന്ന ജാതി അവിടുന്ന് തനിക്ക് അവകാശമായി തിരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുള്ളതാണ്. നാം അവിടുത്തെ കൈക്കറി ആടുകളാണ്. ഓരോ ദിവസവും പച്ചമേച്ചിൽ നമ്മെ നടത്തുന്നു. കൂടുതൽ കടന്നുപോയാലും ദാവീദ് പറയുന്നു, ഞാനൊരനർത്ഥവും ഭയപ്പെടത്തില്ല, കാരണം എൻ്റെ ഇടയൻ ആരാന്ന് എനിക്കറിയാം. ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്ന നല്ല ഇടയൻ. അവയെ പുറത്തു കൊണ്ടുപോയി അവയ്ക്ക് മുമ്പായി നടക്കുന്ന, പേര് ചൊല്ലി വിളിക്കുന്ന സർവശക്തനായ ഒരിടയനാണ് സഹോദരങ്ങളെ നമ്മുടെ കർത്താവ്. മറ്റിടത്ത് കഴിക്കുന്നു, തനിക്കുള്ളവയെ അറിയുന്നു. ഈ ഇടയൻ മറ്റാരും അറിഞ്ഞില്ലെങ്കിലും തൻ്റെ ആട്ടിൻകൂട്ടത്തെ ഒന്നിനെപ്പോലും മറക്കാതെ അവയെ നടത്തുകയും അറിയുകയും പേര് ചൊല്ലി വിളിക്കുകയും തള്ളകളെ പതുക്കെ നടത്തുകയും കുഞ്ഞാടുകളെ തൻ്റെ മാറോട് ചേർത്ത് ആശ്ലേഷിക്കുന്ന ഒരു ഇടയനെയാണ് നാം സേവിക്കുന്നത്. അവിടുത്തെ സാന്നിധ്യമെന്നും തിരിച്ചറിയാൻ നമുക്കിടയാവണം. അവരിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. ആവർത്തിച്ചു പറയുന്നു, അവരുടെ മുഖം ലജ്ജിച്ചു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കില്ല. ഏത് സമയത്തും ദൈവത്തിൻ്റെ മുൻപാകെ കടന്നു ചെന്ന് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന ആ പുത്രത്വത്തിൻ്റെ അവകാശം അവിടെ തന്നതിനാൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് അവിടുത്തെ കണ്ണുകൾ നമ്മളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നു. നമുക്കെതിരെ നിൽക്കുന്ന സകല ശക്തികളുടെ മേലും കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ചേർന്നു. ഒരിക്കലും തോറ്റ പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല പ്രിയരെ നാം ആയിരിക്കുന്നു. ജയിച്ചവൻ നമ്മുടെ കൂടെ വിട്ട. അവിടുന്ന് വിളിച്ചു പറഞ്ഞില്ലേ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ചവൻ, ദൂട്ടനെ ജയിച്ചവൻ, പാപത്തെ ജയിച്ചവൻ ഇന്നും നമ്മുടെ കൂടെയുണ്ട്. പ്രകൃതിന്മേലും പ്രപഞ്ചത്തിന്മേലും എൻ്റെ കർത്താവിന് അധികാരമുണ്ട്. നമുക്ക് ചെല്ലാൻ പറ്റാത്ത ഇടത്ത് ഇറങ്ങിച്ചെന്ന് വീര്യം പ്രവർത്തിക്കുന്ന, ശക്തി നൽകുന്ന, ബലം നൽകുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അവിടുത്തെ പ്രവൃത്തികൾ അത്യുത്തമമാണ്. യഹോവേ, നീ ചെയ്ത അത്ഭുത പ്രവൃത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ വിചാരങ്ങളും വളരെയായിരുന്നു. ദാവീദ് പറയുന്നു, വിവരിച്ചു പ്രസ്താവിക്കാൻ കഴിയാതെ വണ്ണം അധികമാണ്, എണ്ണിക്കൂടാതെ വണ്ണം അവ അധികമായിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മളത് തിരിഞ്ഞ് ചിന്തിച്ച് കഴിഞ്ഞ നാളുകളിൽ ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് അത്ഭുതം ചെയ്ത് ശ്രേഷ്ഠകരമായ പാന്താവിലൂടെ നടത്തി, വഴിയില്ലാത്തടത്ത് വഴി തുറന്ന്, ആരും സഹായിക്കാൻ പറ്റാത്ത സാഹചര്യം സംജാതമായപ്പോൾ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും എന്ന് പറഞ്ഞ ആ കർത്താവിൻ്റെ നാമത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ധൈര്യത്തോടെ പറ, ഈ ദൈവം എന്നും എന്നേക്കും ഞങ്ങളുടെ ദൈവമാണ്. ജീവപര്യന്തം അവിടുന്ന് ഞങ്ങളെ വഴി നടത്തും. ഈ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുമില്ല. നിങ്ങൾ ഒറ്റയ്ക്കല്ല സഹോദരങ്ങളെ, നിങ്ങളുടെ കൂടെ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളെ കാണുന്ന ഒരു ദൈവമുണ്ട്.
നിങ്ങളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളുടെ ചെറിയ ശബ്ദം പോലും മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. നിങ്ങളുടെ ശബ്ദം ആരും കേട്ടില്ല എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. പക്ഷേ അതറിയുന്ന ഒരു ദൈവമുണ്ട്. ആ ശബ്ദം, അതിൻ്റെ അർത്ഥം വ്യക്തമായി എൻ്റെ കർത്താവിനറിയാം. ഇന്ന് പകൽ അവിടുത്തെ മുൻപാകെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. 37-ാം സങ്കീർത്തനം 18-ാമത്തെ വാക്യം. യഹോവ നിഷ്കളങ്കന്മാരുടെ നാളുകളെ അറിയുന്നു, അവരുടെ അവകാശം ശാശ്വതമായിരിക്കും. ദാവീദിന്റെ സങ്കീർത്തനമാണ്. ദുഷ്പ്രവർത്തിക്കാർ നിമിത്തം നീ മുഷിയരുത്, നീതികേട് ചെയ്യുന്നവരുടെ അസൂയപ്രകാരം അവർ പുല്ലുപോലെ വേഗത്തിൽ ഉണങ്ങി പച്ചച്ചെടി പോലെ വാടിപ്പോകുമ്പോൾ യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്ത് ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിപ്പാനും യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളാനും, അങ്ങനെയെങ്കിൽ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നൽകും. നിന്റെ വഴി യഹോവയെ പരിവേൽപ്പിക്കാനും പറഞ്ഞ് നമ്മളെ പ്രബോധിപ്പിക്കുന്ന ഭാഗമാണ് നമ്മൾ വായിച്ച് കേട്ടത്. അതിനായി നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. നമ്മുടെ സകല വഴികളും നമ്മുടെ ദൈവത്തിൻ്റെ മുൻപാകെ നമുക്ക് സമർപ്പിക്കാം. ഇവിടെ ദാവീദ് പറയുന്ന പ്രസ്താവന, യഹോവ നിഷ്കളങ്കന്മാരുടെ നേരോടെ നടക്കുന്നവർ, വിശ്വസ്തതയെന്ന് നിൽക്കുന്നവർ, പരമാർത്ഥതയോടെ ദൈവത്തെ ആരാധിക്കുന്നവർ, അഴിയെന്നോർക്കാതെ ആഴത്തെപ്പറ്റി ചിന്തിക്കാതെ അവിടുത്തെ വാക്കുകേട്ട് ഇറങ്ങിത്തിരിച്ച തൻ്റെ ജനത്തെ ഇന്ന് പകൽ നോക്കി ദൈവാത്മാവിന് പറയാനുള്ളത്, നിങ്ങളുടെ നാളുകളെ അറിയുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓരോ ദിവസവും പോകുന്നതും നടക്കുന്നതും ഇരിക്കുന്നതും ചെയ്യുന്നതും കാണുന്ന ഒരുവനുണ്ട്. നിങ്ങളുടെ ഓരോ നാളുകളും അടുത്ത മണിക്കൂറുകളും നിങ്ങളെ അറിഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നിഷ്കളങ്കന്മാരുടെ ഓരോ ദിവസത്തെയും ദൈവം അറിയുന്നു. നാളെ നീ എന്തായിത്തീരും, എങ്ങനെയായിത്തീരും, ഞാൻ എന്ത് ചെയ്യും, ഒറ്റയ്ക്ക് ഈ സ്ട്രഗിളിൽ നിന്ന് എങ്ങനെ പുറത്തു കൊണ്ടുവരും, ആരെന്നെ കരം പിടിച്ച് നടത്തും, എന്നെ സഹായിപ്പാൻ ഞാൻ ആരെയും കാണുന്നില്ലല്ലോ എന്ന് ചിന്തിക്കരുത്. നിൻ്റെ ഓരോ പ്രവർത്തികളെയും അറിയുന്ന, നീ അനുഭവിക്കുന്ന വേദന അറിയുന്ന, നീ അനുഭവിക്കുന്ന സങ്കടം അറിയുന്ന സഹോദരങ്ങൾക്ക് അറിയില്ല. അത് ആവർത്തിച്ച് പറയുന്നു. കൂട്ടുകാരോട് പറയാൻ പറ്റില്ല, കുടുംബക്കാർക്കറിയില്ല. പക്ഷെ നിന്റെ ഓരോ വിഷയവും അറിയുന്ന ഒരു ദൈവം, ഓരോ ദിവസത്തെയും അറിയുന്നവൻ ഇന്ന് പ്രഭാതത്തിലും നിങ്ങളുടെ കൂടെ ഇറങ്ങി വന്നിട്ടുണ്ട്. സ്തോത്രം. വിശ്വസിക്കുക. എന്നെ അറിയുന്ന, എൻ്റെ കുടുംബത്തെ അറിയുന്ന, എൻ്റെ ജനറേഷനെ അറിയുന്ന, എൻ്റെ ശരീരത്തെ അറിയുന്ന, എൻ്റെ ദിവസത്തെ, എൻ്റെ മണിക്കൂറുകളെ അറിയുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നതെന്ന് ഉറപ്പായ നന്ദി പറയാൻ തയ്യാറാകട്ടെ. അത്ര ആഴമായ വാക്യമാണ്. നിഷ്കളങ്കമാർന്ന ആളുകളെ മിസ്രൈമിൽ തൻ്റെ ജനം അനുഭവിച്ച, വർഷങ്ങളായി അനുഭവിച്ച വേദനകൾ, സങ്കടങ്ങൾ ഇത് കണ്ടിട്ട് കർത്താവ് പറയുക, ഞാൻ അറിഞ്ഞു. എൻ്റെ ജീവിതത്തിലെ കഷ്ടതകൾ നിലവിളി കേട്ടു, സങ്കടം അറിഞ്ഞു കേട്ടോ. അറിഞ്ഞ ദൈവം പറയുക, ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു ഇവരെ പുറപ്പെടുവിക്കാൻ. ഇന്നു പകലിലും ദൈവാത്മാവ് വ്യക്തവും ശക്തവുമായി തൻ്റെ ജനത്തെ നോക്കി പറയുന്നു, നീ ഇന്ന് അനുഭവിക്കുന്ന, നിൻ്റെ കുടുംബം ഇന്ന് അനുഭവിക്കുന്ന, നിൻ്റെ തലമുറ അനുഭവിക്കുന്ന സകല വിഷയവും എൻ്റെ ദൈവം അറിയുന്നു. നാളുകളിൽ നീ നടക്കേണ്ടെന്ന വിഷയവും നിൻ്റെ കുടുംബത്തിനകത്ത് വരേണ്ട വിടുതലുകളും ദൈവം അറിയുന്നു. ദിവസങ്ങളെ അറിയുന്ന ദൈവം. അടുത്തത് നോക്കൂ, നീതിമാന്മാരുടെ അവകാശം ശാശ്വതമായിരിക്കും. സഹോദരങ്ങളെ, ദൈവം നമുക്ക് നൽകുന്ന വിടുതലുകൾ, അനുഗ്രഹങ്ങൾ ഒരു ദിവസത്തേക്കല്ല, ഒരു മണിക്കൂറത്തേക്കല്ല, അത് ശാശ്വതമായിരിക്കും എന്ന് പറഞ്ഞാൽ അത് സ്ഥിരമായിരിക്കും. ആർക്കും അതിനെ അപഹരിച്ചുകൊണ്ട് പോകാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ലെന്ന് ദൈവാത്മാവ് ശക്തമായി സന്ദേശം അറിയിക്കുന്നു. നീ അനുഭവിക്കേണ്ട സഹോദര സഹോദരി കുഞ്ഞെ, നിങ്ങൾ അനുഭവിക്കേണ്ട വിടുതലുകൾ, നന്മകൾ, ദൈവം നൽകിയ വാഗ്ദത്തങ്ങൾ അത് ശാശ്വതമാണ്. ഒരു ശത്രുവിനും അവിടേക്ക് പ്രവേശനമില്ലാതെ തട്ടിക്കളയാനോ ഇല്ലാതാക്കാനോ എൻ്റെ ദൈവം ആരെയും അനുവദിക്കില്ല. നിങ്ങൾ പരസ്പരം നോക്കിക്കൊണ്ട് ചിന്തിക്കുന്നില്ലേ, ഒന്നും ഞങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല. നിങ്ങളുടെ കരങ്ങളിലെത്തേണ്ടത് പലതും തട്ടിത്തെറിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു ദിവസം അനുഭവിച്ചിട്ട് അടുത്ത ദിവസം കയ്യിൽ നിന്ന് പോകുന്നത് പോലെ തോന്നുന്നില്ലേ?
ഇല്ല, അത് സംഭവിക്കില്ല. ദൈവം നിങ്ങളുടെ അവകാശത്തെ സൂക്ഷിച്ച് നിർത്താൻ പോകുകയാണ്. ഇത് ശാശ്വതമായിരിക്കും, സ്ഥിരമായിരിക്കും. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ഒറ്റ ദിവസത്തേക്കുള്ള വിടുതലല്ല ദൈവം നൽകുന്നത്. എൻ്റെ വരെ നിൽക്കാനുള്ള ചില ദൈവപ്രവൃത്തികൾ, ഒരുമിച്ച് നിൽക്കാൻ, ഒരുമിച്ച് നടക്കാൻ, ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാൻ, അതിനെ വിഭജിച്ച് കളയാൻ, തകർത്ത് കളയാൻ ഒരു ശക്തിയെയും ദൈവം അനുവദിക്കില്ല. സർവശക്തിയുള്ള ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച ആലോചനയ്ക്കായി സ്തോത്രം. നീതിമാന്മാരുടെ നാളുകളെ, ഓരോ ദിവസങ്ങളെയും അറിയുന്ന ദൈവം, അറിഞ്ഞ് ഇറങ്ങി വരുന്ന ദൈവം, ഞങ്ങൾ നാളുകൾ നടക്കേണ്ടെന്ന പാതകൾ അറിയുന്നവൻ, കാണാതിരിക്കുന്നവനെ അല്ല ഞങ്ങൾ സേവിക്കുന്നത്. ഇവയുടെ പ്രവർത്തിക്കായി സ്തോത്രം. ഞങ്ങൾക്കങ്ങ് നൽകുന്ന അവകാശം ശാശ്വതമാണല്ലോ. അതിനെ തകർത്ത് കളയാൻ, ഇല്ലാതാക്കാൻ ഒരു ശക്തിയും എൻ്റെ ദൈവം അനുവദിക്കില്ല. ഇന്ന് പകൽ കർത്താവ് നൽകുന്ന വിടുതലുകൾക്ക് സ്തോത്രം, സമാധാനത്തിന് സ്തോത്രം, ദൈവപ്രവൃത്തിക്ക് സ്തോത്രം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് സ്തോത്രം. യഹോവയിൽ തന്നെ ഞങ്ങളുടെ വഴി ഫലമേൽപ്പിക്കാൻ ഞങ്ങളെ ഇന്ന് പകൽ ഇവിടെയാക്കുന്ന ഈ സ്തോത്രം. രോഗികൾ സൗഖ്യമായിട്ട് മാനസികമായി ടെൻഷനിലൂടെ പോയി ഇനി ഒരു വിടുതൽ ചിന്തിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന് സ്തോത്രം. അറിയുന്ന ദൈവത്തിൻ്റെ കരം ഇറങ്ങിയിരിക്കുക. സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശു നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ പറ, ഞങ്ങളുടെ ദിവസങ്ങളെ അറിയുന്നു, ഞങ്ങളുടെ തലമുറ അറിയുന്നവൻ, ഞങ്ങളുടെ സഭയെ അറിയുന്നവൻ, ഇന്ന് ഞാൻ അനുഭവിക്കുന്ന വിഷയങ്ങളെ അറിയുന്നവൻ കൈവിടത്തില്ല, ഉപേക്ഷിക്കില്ല. ഈ വചനങ്ങളോട് സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.